അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എജു തൻസീലിന്റെ ഇഹ്സാൻ ഗ്രാൻഡ് ക്വിസ് 2K26 സീസൺ 2 എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമായ റമളാൻ നമ്മോട് വിട പറയാൻ പോവുകയാണ്. ഈ റമളാനിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഇഹ്സാൻ ഗ്രാൻഡ് ക്വിസ് സീസൺ 2 പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒരുപാട് വിജയികളെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ 2 ക്വിസിലും പങ്കെടുത്ത് ഗിഫ്റ്റ് ബോക്സ് വിന്നറായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഗിഫ്റ്റ് ബോക്സുകൾ അവരുടെ കയ്യിലെത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കേവലം ക്വിസിനുള്ള വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. ഇത് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾ കാണണമെന്ന് ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലോക സമാധാനം എന്ന് പറയുന്നത്. ലോകത്തുനിന്ന് സംഘർഷങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വളരെ അധികമാണ്. അത് കാരണത്താൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ക്രൂഡ് ഓയിൽ, LPG ഒക്കെ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി വരാനിരിക്കുന്ന നാളുകൾ എങ്ങനെയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ലോക രാജ്യങ്ങൾക്ക് സമാധാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ലോകത്തുനിന്ന് പല രാജ്യങ്ങളിലും സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം. ഇതിൻ്റെ കാരണമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ ക്ഷാമവും LPGയുടെ ക്ഷാമവുമൊക്കെ നമുക്ക് ലോക രാജ്യങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നമ്മെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശാന്തിയും സമാധാനവുമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് രാജ്യസ്നേഹമാണ്. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് പാട്രിയോട്ടിസം. ഇന്ത്യയിൽ നമ്മൾ വ്യത്യസ്ത മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും ഉള്ള ആളുകളായി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. പല മതങ്ങളും സംസ്കാരങ്ങളും വ്യത്യസ്തമായ ഭാഷകളും ഒരുമിച്ച് ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ എന്നുള്ളതാണ്. രാജ്യസ്നേഹം ഈമാനിൽപ്പെട്ടതാണ്. അത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. രാജ്യസ്നേഹം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. സമാധാനം നിലനിർത്താൻ സഹായിക്കണം, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 28 സംസ്ഥാനങ്ങളുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെക്കുറിച്ചും അവയിലെ തലസ്ഥാനങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യമായി ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ, അതായത് തലസ്ഥാനം ലക്നൗ ആണ്. രണ്ടാമതായിട്ട് വിസ്തൃതിയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ തലസ്ഥാനം ജയ്പൂരാണ്. അടുത്തതായിട്ട് നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളത്തെക്കുറിച്ചാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം ട്രിവാൻഡ്രമാണ്, തിരുവനന്തപുരമാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അത് തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈ ആണ്. ഇന്ത്യയിലെ സാമ്പത്തികമായി ശക്തമായ സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈയാണ്. ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെക്കുറിച്ചും പറയുക എന്നുള്ളത്
നമുക്കിപ്പോൾ തൽക്കാലം സാധിക്കുകയില്ല. എന്നിരുന്നാലും ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി എന്നുള്ളത് മാത്രം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളാവട്ടെ, 28 സംസ്ഥാനങ്ങളിലും ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായ ഭാഷയാണ്, വ്യത്യസ്തമായ സംസ്കാരമാണുള്ളത്, വ്യത്യസ്തമായ ഭക്ഷണ രീതിയാണുള്ളത്. പക്ഷേ എല്ലാവരും ഒരേ രാജ്യത്തിൻ്റെ ഭാഗമാണ്. അടുത്തതായിട്ട് ഇന്ത്യയിലെ മുസ്ലിം പൈതൃകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ മുസ്ലിം സംസ്കാരം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രശസ്തമായ ചില സ്ഥലങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് താജ്മഹലാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. 2 ചാർമിനാറാണ്. മൂന്നാമതായിട്ട് ഡൽഹി ജുമാ മസ്ജിദാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരം മതങ്ങളുടെ സമന്വയം കൊണ്ട് സമ്പന്നമാണ് എന്നുള്ളതാണ്. അവസാനമായി ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശാന്തിയുള്ള സമാധാനമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതായത് സംഘർഷമുള്ള രാജ്യങ്ങളിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് സൃഷ്ടാവിൻ്റെ കൃപയാൽ തന്നെ വളരെ അധികം സമാധാനത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല യുദ്ധങ്ങളില്ലാത്ത സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല സംസ്കാരങ്ങളും മതങ്ങളുമുള്ള ഒരു രാജ്യത്ത് നമ്മൾ സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനം നിലനിർത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു പൗരനാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് സമൂഹത്തിന് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ അവസാനമായി എനിക്ക് പറയാനുള്ളത്, രാജ്യത്തെ സ്നേഹിക്കുകയും സമൂഹത്തിന് ഗുണം ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വാക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ അറിവുകളും ഇരു ലോകത്തും ഉപകരിക്കുന്ന, നല്ല ഉപകാരപ്പെടുന്ന അറിവായി അള്ളാഹു ആക്കിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.